ഹായ് മക്കളെ, ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, എജ്യൂപോർട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 6ാമത്തെ വർഷമായത്. ഞങ്ങളുടെ CBSE ക്ലാസ് 11ൻ്റെ ചാനൽ എന്നാണ് തുടങ്ങിയത് ഇപ്പോൾ. അത് എന്തൊക്കെയോ കാരണത്താൽ, അതായത് ഒരു ന്യായീകരണത്തിന് ഇവിടെ സാധ്യതയില്ല. അതായത് എന്തൊക്കെയോ കാരണങ്ങളാൽ ഞങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇതൊന്നും താഴോട്ട് പോയി. ചിലപ്പോൾ ആ കാരണങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. CBSE ക്ലാസ് 11ന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, അവിടെ ബോർഡ് എക്സാം ഇല്ല. പല സ്കൂളുകളും പോർഷൻസ് ഒന്നും ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാതെ ഒരു ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് +2ലേക്ക് പോവാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പല സ്കൂളും പല സമയത്താണ് എക്സാംസ് ഒക്കെ നടക്കുന്നത്, അപ്പോൾ നമ്മൾ റിവിഷൻ ക്ലാസ്സൊക്കെ എങ്ങനെ കൊടുക്കും തുടങ്ങിയ കുറേ റീസൺസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, CBSE കുട്ടികൾ CBSE കുട്ടികൾ ചൂസ് ചെയ്യുന്നത് വെറും ബോർഡ് എക്സാമിന് വേണ്ടി മാത്രമല്ല, പകരം എന്താണ് നീറ്റ് JEE പോലത്തെ കോമ്പറ്റീറ്റീവ് എക്സാമിലൊക്കെ ഒരു അഡ്വാൻറ്റേജ് CBSE പഠിച്ചാൽ കിട്ടുന്നുള്ള ധാരണയിലാണ്. അതുകൊണ്ട് തന്നെ സ്കൂളുകൾ ഇപ്പോൾ എത്ര സ്കിപ്പ് ചെയ്താലും +1 ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കണം തന്നെയാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ CBSE എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കുറച്ച് സ്ട്രിക്ട്ലി എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പോർഷൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, ഫുൾ പോർഷൻസ് നിങ്ങൾ പഠിപ്പിക്കണമെന്നുള്ള രീതിയിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എന്തായിരിക്കും, +1 നല്ല രീതിയിലുള്ള കോച്ചിങ്ങും സപ്പോർട്ടും നിങ്ങൾക്ക് നമ്മളെ സൈഡിൽ നിന്ന് വേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ലേറ്റ് ആയെങ്കിലും ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് മക്കളെ. അതായത് +1 ബോർഡ് എക്സാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ സ്കൂൾ നടക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ക്ലാസ് ടെസ്റ്റ് മുതൽ മിഡ് ഇയർ എക്സാം മുതൽ നിങ്ങളുടെ സ്കൂൾ നടക്കുന്ന ഫൈനൽ എക്സാമിന് വരെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനും, നിങ്ങൾ നീറ്റോ JEO ആസ്പിരൻ്റ് ആണെങ്കിൽ അതിനുള്ളൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനുള്ള രീതിയിൽ, ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ ചാനലിൽ നിങ്ങൾക്ക് കിട്ടും. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തുക. ഒറ്റ വാട്സപ്പ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു അൺഒഫീഷ്യൽ ഗ്രൂപ്പില്ലേ അതിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണം. പുതിയൊരു ചാനൽ വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ പലരും 10ാം ക്ലാസ്സിലൊക്കെ നമ്മളെ ക്ലാസ് കണ്ടിട്ട് +1 എത്തിയ മക്കളാണ്. 10ാം ക്ലാസ്സിൽ എന്താണ് ഞങ്ങൾ ചെയ്തത് അതിനേക്കാൾ കിടിലായിട്ട് +1 നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. സോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളിനി ഒരുമിച്ചായിരിക്കും +1ലും +2ലും ഒക്കെ. ബൈ.